السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا വസിദ്ന ഇൽമൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ വന്നത് സൂറത്തുൽ കഹ്ഫിലെ 19-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. ഇവിടെ ആ കഥ തുടർന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ നമ്മൾ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുഹയിൽ യുവാക്കൾ കിടന്ന സന്ദർഭവും അവരെ അള്ളാഹു പല രീതിയിലും അള്ളാഹു സംരക്ഷിച്ച് പോന്നുകൊണ്ട് ഇരുന്ന് സൂര്യന് പ്രകാശം വേണ്ട രീതിയിൽ എത്തിക്കുകയും അതേപോലെ തന്നെ പിന്നെ അവരെ കണ്ണ് തുറന്നുകൊണ്ടും സ്കിന്നൊക്കെ കെയർ ചെയ്യുന്ന രീതിയിൽ അള്ളാഹു തിരിച്ചും മറിച്ചും ഇട്ട് അവരെ എല്ലാ രീതിയിലും കെയർ ചെയ്തുകൊണ്ടാണ് അള്ളാഹു ആ ഗുഹയിൽ അവരെ താമസിപ്പിച്ചത്. ഇപ്പോഴും ഈ ആയത്തുകളിൽ പിന്നീട് അവർ തന്നെ പിന്നെ വരുന്ന ബാക്കി കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കെദാലിക ബഅസ്നാഹും, ഇപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് അള്ളാഹു ഇവരെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ലിയതസാഅലൂ ബൈനഹും, അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചോദ്യമായി. ഖാല ഖായിലു മിൻഹും, അവരിൽ നിന്നൊരാൾ ചോദിച്ചു, കം ലബിസ്തും, നിങ്ങൾ എത്ര കാലമാണ് കഴിഞ്ഞുകൂടിയത്? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് ഇവർ ചോദ്യം ചോദിക്കുക. കാരണം വെച്ചാൽ അവർ എണീച്ചതിന് ശേഷം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, എത്ര നാളാണ് നമ്മൾ കഴിഞ്ഞുകൂടിയത്? അപ്പോൾ ഖാലു, വേറൊരാൾ പറഞ്ഞു, ഖാലു അവർ പറഞ്ഞു, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അതല്ല ആ ദിവസത്തിൻ്റെ കുറച്ച് ഭാഗമായിരിക്കും നമ്മൾ കഴിഞ്ഞുകൂടിയിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരാൾ പറഞ്ഞു, അവർ തമ്മിൽ തന്നെയാണ് ഇത് സംഭാഷണം നടക്കുന്നത്. ഖാലു റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, നിങ്ങൾ എത്ര കാലമാണ് കഴിഞ്ഞുകൂടിയതിനെ പറ്റിയിട്ട് നിങ്ങളെ രക്ഷിതാവിനാണ് കൂടുതൽ അറിയുക. അപ്പോൾ നമുക്കറിയില്ല ഇതിപ്പോൾ എത്രയാണെന്നുള്ളത് എന്നുള്ളത്. കാരണം അവർ സാധാരണ ഉറക്കത്തുനിന്ന് എണീറ്റ് നോർമലായി അവരുടെ ശരീരമോ വേറെ ഒന്നും അവർക്കൊരു മാറ്റമില്ല. കുറച്ച് സമയം ഉറങ്ങി ഉറക്കത്തുനിന്ന് എണീറ്റ് 300 കൊല്ലത്തിന് ശേഷം എണീക്കുന്നുള്ള ഒരു ഐഡിയയും ഇവർക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ അത്രയും എളുപ്പം എണീറ്റിട്ടാണ് അവർ ഇരിക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ അവർ 300 കാലമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഒരു ദിവസം 1.5 ദിവസം എന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. പക്ഷേ 300 കൊല്ലമാണ് അവർ കിടന്നത്. പക്ഷെ അള്ളാഹു അവരെ സംരക്ഷിച്ചത് കാരണം അവർക്ക് യാതൊരു മാറ്റവും ഒന്നൊരു ഇതിലും തോന്നില്ല. അങ്ങനെ പിന്നെ ബാക്കി അവർ സംഭാഷണം വരുന്നതെന്നാൽ
ഫബഅസു അഹദക്കും ബിവറഖിക്കും ഹാദിഹി ഇലൽ മദീന. നിങ്ങൾ പട്ടണത്തിലേക്ക്, ടൗണിലേക്ക്, പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ അയക്കാൻ. എന്തുകൊണ്ട്? പൈസ കൊണ്ട്. അവരുടെ കയ്യിൽ അന്നേരം പിന്നെ വെള്ളിയുണ്ട്. ആ വെള്ളിയും എടുത്തിട്ട്, വെള്ളി ദാനം അവരെ കൈമിൽ ഇപ്പോഴത്തെ നമ്മൾ കയ്യിലെ ക്യാഷ് പോലെ അവർ വെള്ളിയാണ് ആ സമയത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ നല്ല പൈസയിലുള്ള യുവാക്കൾ ആയിരുന്നു. അതാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കുമ്പോൾ തഫ്സീറിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ എന്നിട്ട് അവർ പറയുന്നത് എന്താ, ഫലിയൻദുർ, ഒരാൾ അയക്കാൻ ടൗണിലേക്ക്. എന്തിനാണ്? ഫലിയൻദുർ അയ്യുഹ അസ്ക തആമ, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം, നല്ല ഭക്ഷണം അവിടെ പോയിട്ട്, ഈ പട്ടണത്തിൽ പോയിട്ട്, ടൗണിൽ പോയിട്ട് നോക്കാൻ. എന്നിട്ട് ഫല്യഅതികും ബിറിസ്ഖിൻ മിൻ, അത് കുറച്ച് അതിൻ്റെ അകത്ത് നിന്ന് കൊണ്ടുവരാൻ. വല്യതലത്തഫ്, പക്ഷേ ഇതാ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ എന്തായിരുന്നു അവസ്ഥ ഉണ്ടായ, ഭയങ്കരമായ പ്രയാസത്തിലാണെന്നുണ്ടായ. എല്ലാവരും അക്രമികളായ ആൾക്കാർ ചുറ്റുവട്ടത്തുണ്ട്. അതുകൊണ്ട് ഇതാ സൂക്ഷിക്കണം കേട്ടോ. വലാ യുശ്ഇറന്ന ബിക്കും അഹദ, നിങ്ങളുള്ള ആരും അറിയരുത്. പിന്നെ അത്രയും സൂക്ഷ്മതയോടും കൂടി വേണം നിങ്ങൾ പോകാൻ. കാരണം എന്ന് വെച്ചാൽ പിന്നീട് എന്താവും, ബുദ്ധിമുട്ടായി വരും. ഇപ്പോൾ അടുത്ത ആയത്തിൽ ഇതിൻ്റെ ബാക്കിയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് നിങ്ങൾ പോകണം. അതെല്ലാം നിങ്ങൾ ട്രാപ്പിൽ പെട്ടുപോകും എന്നുള്ളതിലാണ് പറയുന്നത്. കാരണം ഇവർ ഉറങ്ങുന്ന ആ സമയത്ത് ഇവരെന്തിനാണ് ഗുഹയിലേക്ക് ഓടി ഒളിച്ചത്? ആ അക്രമികളായ ആൾക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഓടി ഒളിക്കുന്നത്. ഇവരെ പിന്നെന്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാനാണ് അവർ നിർബന്ധിക്കുന്നുണ്ടായിന്. അത് ചെയ്യാത്ത ആൾക്കാരെ അവർ കൊല്ലുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അവിടുത്തെ ഭരണാധികാരിന് ആ ഒരു സിറ്റുവേഷനാണ് അവർക്ക് അവിടെ ആ സമയത്ത് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നാണ് ഇവർ ഓടി ഗുഹയിൽ പോയി ഒളിച്ചത്. അപ്പോൾ അള്ളാഹു സംരക്ഷിച്ചതിന് ശേഷമാണ് 300 കൊല്ലത്തിന് ശേഷം ഇവർ എണീറ്റ് വരുന്നത്. അതിന് ശേഷം ശരിക്കും ചുറ്റുപാട് മൊത്തം മാറി, ഒന്നും ഇവർ അറിയുന്നില്ല. ഇനി വരുന്ന ആയത്തുകളിൽ ഇൻഷാ അള്ളാഹ് കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള വിവരണം ഇൻഷാ അള്ളാഹ് ഉണ്ടാവും. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇവിടെ എന്താണ് ഇതിൻ്റെ തജ്വീദ് നിയമങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. വകദാലിക, ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്, ഒന്നും ഹെവി ഇല്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചുണ്ട് റൗണ്ടാക്കി പറയാം. വകദാലിക, കഫൊക്കെ ലൈറ്റായിട്ട് പറയാം. ദാല് എന്നുള്ള രീതിയിൽ. വകദാലിക ബഅസ്നാഹും, സുക്കൂൻ ഒന്നുകൊണ്ട് നല്ല കാറ്റോടും കൂടി പറയാം. ബഅസ്നാഹും ലിയതസാഅലൂ ബൈനഹും. ഇവിടെ എന്താ വരുന്നത്? മദ് വരുന്നുണ്ട്. അവിടെ മദ് മുത്തസിലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് 4 മുതൽ 5 ഹർക്ക വരെ നീട്ടി ഓതണം. ലിയതസാഅലൂ, കാരണം ഹംസയും പിന്നെ മദ്ദക്ഷരമായ അലിഫും രണ്ടും ഒരേ പദത്തിൽ തന്നെ, ഒരേ വേർഡിൽ തന്നെ വന്നുണ്ട്. ബൈനഹും, ഒന്നും ഹെവിയില്ല, എല്ലാം ലൈറ്റായിട്ടുള്ള അക്ഷരങ്ങളാണ്. ഖാല, ഖാഫ് ഹെവി. ഖാല ഖായിലുൻ, ഇവിടെ വീണ്ടും സെയിം മദ്ദന്നെ മദ് മുത്തസിൽ. അതുകൊണ്ട് നല്ലോണം നീട്ടി ഓതാം. പിന്നെ കാന്ന് സൗണ്ട് വരരുത്. ഖോ ഉയർത്തി പറയാം. ഖായിലും മിൻഹും, ഇവിടെ തൻവീന് ശേഷം മീം വരുന്ന ഇദ്ഗാം, നല്ലോണം മണിച്ചോതാം. ഖായിലും മിൻഹും, മിൻഹും എന്ന് പറഞ്ഞാൽ അമർത്തണ്ട. ഇവിടെ വരുന്നത് ഇദ്ഹാറാണ്. സാധാരണ രീതിയിൽ തന്നെ പറയാം. നൂന് ശേഷം ഹാ വരുന്നുണ്ട്, വെളിവാക്കിയിട്ട് തന്നെ പറയാം. പിന്നെ മിൻഹും കെം ലബിസ്തും, അവിടെയൊക്കെ ഓരോ സുക്കൂനിന് മുമ്പ് ശേഷം മീമിന് ശേഷം ക്യാഫ് വരുന്നു, ലാമ് വരുന്നൊക്കെ ഇദ്ഹാറാന്ന്, ഒന്നും മണിക്കേണ്ടില്ല. സാധാരണ പോലെ തന്നെ പറയണ്ട. കെം ലബിസ്തും, വീണ്ടും സാന് ഇവിടെ സുക്കൂന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാന്ന് ലബിസ്തുമല്ല, ലബിസ്തും ഒക്കെ കൃത്യമായി ലൈറ്റായിട്ട് നല്ല ഇതായിട്ട് പറയാം. ഖാലു, ഖാഫ് വീണ്ടും ഖാഫ് ഒന്ന് ഹെവിയാക്കി പറയാം. ഖാലു പറയുമ്പോൾ ചുണ്ട് നല്ലോണം കൂർത്തിട്ട് തന്നെ വരണം. ഖാലു ലബിസ്ന യൗമ, ഉണ്ടാ സ ഒക്കെ പറയുമ്പോൾ നല്ല കാറ്റോടും കൂടി.
ലബിസ്ന യൗ യൗ എന്ന് പറയുമ്പോൾ ചുണ്ട് നല്ലോണം കൂർത്ത് വരണം. യൗമൻ ഔ ബഅദ യൗം. ഔ വാവിന് സുക്കൂൻ കൃത്യമായി പറയുക, ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ബഅദ ഐനിന് സുക്കൂൻ വരുമ്പോൾ നല്ല ഒഴുക്കി പറയുക. ദ ഹെവി. ബഅദ ദ ബഅല അല്ല ബഅദ യൗം. യൗം ഇവിടെ വരുന്നത് വാവിന് സുക്കൂൻ വരുന്നത്, അതുകൊണ്ട് മദ്ലീൻ നമ്മൾ നിർത്തുമ്പോൾ യൗം കാരണം സുക്കൂൻ വാവിന് സുക്കൂന് മുന്നേ ഫത്ഹ വന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മളവിടെ പിന്നെ നല്ലോണം നീട്ടി വേണം നിർത്താൻ. യൗം നിർത്തുമ്പോഴാണ് ഈ നിയമം വരുന്നത്. യോജിപ്പിച്ച് ഓതുമ്പോൾ ഈ നിയമം ഡ്രോപ്പാവും. ഖാലു റബ്ബുക്കും. ഖാലു ഒക്കെ വീണ്ടും ഖാഫൊക്കെ ഹെവി ആക്കിയിട്ട് തന്നെ പറയാം. റബ്ബുക്കും റ ഹെവി ബ ഡബിളാണ്, ഇരട്ടിപ്പിച്ച് പറയാം. റബ്ബു റബ്ബുക്കും അലമു ഹംസ ഐൻ ഒക്കെ കൃത്യമായി പറയുക. ഹംസ ഒന്നും പിന്നെ ഹെവി ആയി പോരുത്. ഐൻ അലമു ഐൻ കൃത്യമായി നല്ല ഒഴുക്കി പറയുക. അലമു ബീമ അലമു ചുണ്ട് നല്ലോണം കൂർത്ത് വരണം. ബീമ ബീമ ലബിസ്തും. ഫ സുക്കൂൻ നമുക്ക് മുന്നേ വന്നിട്ടുള്ള സെയിം നിയമങ്ങൾ അതൊക്കെ കാറ്റോടും കൂടി പറയാം. ഫബഅസു ബാന് സുക്കൂൻ വരുന്നുണ്ട്, അപ്പോൾ ഖൽഖലിയാണ്. ഫബഅസു അഹദക്കും. ഇവിടെ വരുന്നത് മദ്ദാണ്, അതുകൊണ്ട് നീട്ടി പിന്നെന്താണ് ഓതാം. ഫബഅസു അഹദക്കും. മദ്ദ് മുൻഫസിലാണ്, നമുക്ക് ഓപ്ഷനിലാണ്, നമുക്ക് നീട്ടിയും നീട്ടാതിരിക്കുകയും ചെയ്യാം. കാരണം ഫബഅസു ഒരു പിന്നെ പദവും ഒരു വേർഡും അഹദക്കും അടുത്ത വേർഡുമാണ്, അപ്പോൾ മദ്ദാക്ഷരവും ഹംസയും ഒരേ വേർഡിലല്ല വന്നത്, അതുകൊണ്ട് നമുക്ക് ഓപ്ഷനിലാണ്, നീട്ടി നീട്ടാതിരിക്കുകയും ചെയ്യാം. പക്ഷെ നീട്ടുന്നുണ്ടെങ്കിൽ 4 മുതൽ 5 ഹർക്ക വരെ നീട്ട് തന്നെ വേണം. അഹദക്കും ബിവരിഖിക്കും. ബിവരി അവിടെ വരുന്നത് സുക്കൂനിലെ മീമിന് ശേഷം ബാ വരുന്നത്, അപ്പോൾ വരുന്നത് എന്താ പിന്നെ ഇഖ്ഫ ഷഫവി, അതുകൊണ്ട് നല്ലോണം മണിച്ചോത്. അഹദക്കും ബിവരിഖിക്കും. ഖാഫ് ഹെവി. ബിവരി റ ലൈറ്റ്. ബിവരിഖിക്കും ഹാദിഹി ഇലൽ മദീന. ഇവിടെ വീണ്ടും ഹാദിഹി ഇല, ഇവിടെ വീണ്ടും അതേപോലെ തന്നെ മദ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വന്ന അതേ നിയമം തന്നെയാണ്. 4 മുതൽ 5 ഹർക്ക വരെ നീട്ടി നമുക്ക് ഓതാം. പക്ഷേ ഓതുന്നില്ലെങ്കിൽ ഒരേപോലെ ആയിരിക്കണം ഓതേണ്ടത്. ഒരിടത്ത് പിന്നെ നീട്ടിയിട്ടും ഒരിടത്ത് നീട്ടാതെ ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ ഫബഅസു അഹദക്കും അവിടെ നീട്ടി, എന്നിട്ട് പിന്നെ ഹാദിഹി ഇലൽ മദീന ആ ഒരു രീതിയിൽ ഓതാൻ പാടില്ല. നീട്ടുന്നുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ നീട്ടാം, ഇല്ലേ ഒരേപോലെ തന്നെ അത് 2 ഹർക്ക നീട്ടിയിട്ടേ ഓതാവും. ഇപ്പം നീട്ടാണ്ട് ഓതുന്നുണ്ടെങ്കിൽ ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി ഇലൽ മദീന, ആ രീതിയിൽ സാധാരണ പോലെ. ഓക്കെ. ഫൽയൻദുർ ഇവിടെ സുക്കൂന നൂൻ ശേഷം വ നല്ല ഹെവി അക്ഷരമാണ്, പിന്നെ കൂടാണ്ട് വാന് ശേഷം റായും വന്നു. അപ്പോൾ എപ്പോഴും ഇഖ്ഫ നൂന് പിന്നെ ശേഷം സുക്കൂന നൂന് ശേഷം ഹെവി അക്ഷരങ്ങൾ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഹെവി ഇഖ്ഫ, അപ്പോൾ നൂന് ഹെവി ആയിരിക്കും. ഉണ്ടോ, നൂന് നല്ലോണം ഉയർത്തിയിട്ടാണ് പറയുന്നത്. ഫൽയൻദുർ എന്ന് പറയാൻ പാടില്ല. ഫൽയൻദുർ നൂനും വായും എല്ലാം ഒരേപോലെ ഹെവിയായി. ഓക്കെ. റ ഹെവി. അയ്യുഹ യ ഡബിളാക്കി പറയുക. അയ്യുഹ അസ്ക. വീണ്ടും അതേപോലെ തന്നെ നമുക്ക് നേരത്തെ വന്ന് മദ് മുൻഫസിൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഓപ്ഷനിലാണ് നീട്ടിയും നീട്ടാതിരിക്കുകയും ചെയ്യാം. അയ്യുഹ അസ്ക. സുക്കൂൻ വരുമ്പം എപ്പോഴും കൃത്യമായ സൗണ്ട് നല്ലോണം കേൾക്കണം. അസ്ക ലൈറ്റ് അക്ഷരങ്ങൾ. ത്വആമ ഹെവി. ത്വആമൻ ഫൽയഅതികും തൻവീന് ശേഷം ഫ വരുന്ന ഇവിടെ ഇഖ്ഫ കൃത്യമായി നല്ലോണം മണിച്ചുകൊണ്ട് പറയാം. ഫൽയഅതികും ബിറിസ്ഖിൻ. ഇപ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് എന്താ വന്നിട്ടുള്ളത്, നേരത്തെ വന്ന് അതേ നിയമമാണ്. സുക്കൂനിലെ മീമിന് ശേഷം ബാ വന്ന് ഇഖ്ഫ ഷഫവി, അതുകൊണ്ട് മീമ് ബാലേക്ക് നല്ലോണം ലയിപ്പിച്ച് നല്ല മണിച്ചുകൊണ്ട് ഓതാം. ബിറിസ്ഖിൻ മിൻഹു ഇവിടെ
റ ലൈറ്റാണ്. സ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാന് സുക്കൂന് വരുമ്പോൾ എന്നുള്ള സൗണ്ട് വരണം. ബിരിസ് ഖീം ഖാഫ് ഹെവി. ബിരിസ് ഖീം മിൻഹു ഇവിടെ വരുന്നത് ഇദ്ഗാമാണ്. തൻവീന് ശേഷം മീം വന്നുകൊണ്ട് നല്ലോണം മണിക്കുക. മിൻഹു എന്ന് പറയരുത്, ഇവിടെ ഇദ്ഹാറാണ്. സുക്കൂനു ശേഷം ഹാ വരുന്നതുകൊണ്ട് ഇദ്ഹാറായിട്ട് വെളിവാക്കിയിട്ട് പറയാം. വല്യതലത്തഫ് ഓരോ വാവ് ചുണ്ട് റൗണ്ടാക്കി പറയാം. അതുകൂടാണ്ട് ലാമിൻ സുക്കൂൻ വല്യതലത്തഫ് ത ഹെവി. അതുകൊണ്ടാണ്ട് ഇരട്ടിപ്പിച്ച് പറയുന്നുണ്ട്. താനെന്തുള്ള ശ്രദ്ധകളുണ്ട് ഇരട്ടിപ്പിച്ച് പറയാം. വല്യതലത്തഫ് ഫാന് സുക്കൂൻ നല്ല കാറ്റോടും കൂടി പോകണം. ഓരോ സുക്കൂനും ടൈം കൊടുത്ത് നല്ല സാവകാശമായിരിക്കണം ഓതേണ്ടത്. വലായുഷ്ഇറന്ന വാവ് എപ്പോഴും പറയുന്ന പോലെ തന്നെ റൗണ്ടാക്കി പറയാം. യുഷ്ഇറന്ന ഷീന് സുക്കൂൻ യുഷ് സൗണ്ട് ഉണ്ടാകും. നല്ല സ്പ്രെഡാകുന്ന രീതിയിലുള്ള സൗണ്ട് വരണം. യുഷ്ഇറ ഹെവി. യുഷ്ഇറന്ന നൂൻ്റെ മുകളിൽ ശബ്ദം വന്നുകൊണ്ട് നല്ലോണം മണിച്ചോത. വലായുഷ്ഇറന്ന ബിക്കും അഹദ ഒക്കെ ലൈറ്റാന്ന്, ഒന്നും ഹെവിയില്ല. ബിക്കും അഹദ എന്ന് പറയരുത്, ഇവിടെയൊക്കെ ഇദ്ഹാറാണ്. ബിക്കും ചുണ്ട് നല്ലോണം കൂർത്ത് ഓരോ ദമ്മ വരുമ്പോൾ കൂർക്കണം. ബിക്കും അഹദ ഹ തൊണ്ടിന്ന് വരണം. അഹ ഹംസ ഹ ഒക്കെ കൃത്യമായി തൊണ്ടിന്ന് തന്നെ ഉച്ചരിക്കുക. അഹദ മദ്ഇവദ് 2 അക്ഷര ടൈം നീട്ടി നിർത്തുകയും ചെയ്യാം. ഓക്കെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.